ഡ്രൈഡനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക് ആണ് അല്ലെ. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡ്രൈഡൻ ആണ്. 1969 ഡെലിവറി ചെയ്ത ലെക്ചറാണ്. ഓക്കെ, അപ്പൊ ഫൂക്കോ ഒരുപാട് ലെക്ചേഴ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ലെക്ചേഴ്സ് ഫൂക്കോ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഹായ് എവ്രി വൺ, വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂൺ 2025 സംഘടിപ്പിച്ച NTA UGC NET ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ 119 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 120ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തേ. The study of how human beings acquire language and how we use language to speak and understand is called. Okay, the study of how human beings acquire language. Human beings എങ്ങനെയാണ് ലാംഗ്വേജ് അക്വയർ ചെയ്തെടുക്കുന്നത് and how we use language to speak and understand. ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട്, മനുഷ്യർക്ക് മനസ്സിലാകാനായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് അത് അവർ കോംപ്രഹെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റഡിയെ നമ്മൾ എന്താണ് പറയുന്നത്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്, ഒരു ലോങ് പ്രോസസ് ആണത്. And you can also see that how we use language to speak. നമ്മൾ സംസാരിക്കാൻ എങ്ങനെയാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാകണം, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകണം ഇല്ലേ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും, അതുപോലെ തന്നെ മറ്റൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ച് നമുക്കും മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഈ ഫുൾ പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് സാധിക്കും? ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഓൾസോ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ തന്നെ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. The study of how human beings acquire language and how we use language to speak and understand is called theoretical linguistics, social linguistics, applied linguistics and also psycholinguistics. Okay, നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻസിൽ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണ് കേട്ടോ. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. അപ്പൊ ശ്രദ്ധിച്ചേ. The study of how human beings acquire language and how we use language to speak and understand. നമ്മൾ എങ്ങനെയാണ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്, ഇനി അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ലാംഗ്വേജ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനെ കുറിച്ച് പറയുന്നത് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് ആണ്. നമുക്ക് എക്സ്പ്ലനേഷനും കൂടെ ചെക്ക് ചെയ്യാം. The study of how human beings acquire language and how we use language to speak and understand is called psycholinguistics. Psycholinguistics focus on the cognitive process involved in language acquisition. Language acquisitionന്റെ ഭാഗമായിട്ടുള്ള cognitive processനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Comprehension and production, meaning it examines how our brains process language. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ലാംഗ്വേജിനെ പ്രോസസ് ചെയ്തെടുക്കുന്നത്. കോഗ്നിഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ് ആണ് അല്ലെ. നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി നമ്മൾ സംസാരിച്ച ഭാഷകളൊക്കെ തന്നെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വേണ്ട ഒക്കേഷൻസിൽ നമ്മൾ അതെടുത്ത് സംസാരിക്കാറുണ്ട്. വി നോ ഹൗ ടു ഫിൽട്ടർ ഔട്ട് ലാംഗ്വേജ്. സിറ്റുവേഷണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സംസാരിക്കുന്നതിൽ നിന്നും ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നമുക്കറിയാം അല്ലെ. നമ്മുടെ മുന്നിൽ എത്തുന്ന ഓരോരുത്തരും, അതായത് നമ്മളുമായിട്ട് വളരെ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇനി ഒരു ഒഫീഷ്യൽ സിനേറിയോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ ഒരു ക്ലിക്ക് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് അല്ലെ. സോ അതിനെ കുറിച്ചൊക്കെ തന്നെ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പറയുന്നുണ്ട്. കീ പോയിന്റ്സ് അബൌട്ട് അതർ ഓപ്ഷൻസ്. തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് ആണ് വരുന്നത്. This will focus on the structure and rules of language itself, often looking at abstract principles rather than how people actually use language in practice. Okay, അതായത് ഇവിടെ തിയററ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സ് വരുമ്പോൾ നമ്മൾ പ്രാക്ടീസിന് ഉപരി നമ്മൾ റൂളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തിയറിയാണ്. ഇൻ യൂസിന് അവിടെ സ്കോപ്പ് കുറവാണ്. ഇനി സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ this area studies how language is influenced by social factors like gender, class and region. Okay, അതായത് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിനകത്തിൽ വരുന്നത് ദിസ് ഏരിയ സ്റ്റഡീസ് ഹൗ ലാംഗ്വേജ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ഫാക്ടേഴ്സ്. ലാംഗ്വേജിനെ എങ്ങനെയാണ് സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ലൈക്ക് ജെൻഡർ, ക്ലാസ് ആൻഡ് റീജിയൻ. ഓക്കെ, ജെൻഡർ, ക്ലാസ്, റീജിയൻ പോലെയുള്ള സോഷ്യോ ഫാക്ടേഴ്സിനെ എങ്ങനെയാണ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ this field applies linguistic knowledge to practical situations. Okay, practical situationsലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള നോളജ് നമ്മൾ ആഡ് ചെയ്യുന്നു. Okay, applied linguistics എന്ന് പറഞ്ഞാൽ this field applies linguistic knowledge to practical situations such as teaching language or developing language learning materials. Okay, അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിനകത്ത്? this field applies linguistic knowledge to practical situations. പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് നമ്മൾ ലിംഗ്വിസ്റ്റിക് നോളജ് കൊടുക്കുന്നു, such as ടീച്ചിങ്ങിൽ, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ലാംഗ്വേജ് ലേണിംഗ് മെറ്റീരിയൽസ്, ആ ഒരു ഫീൽഡുകളിൽ ഒക്കെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എവിടെയാണ് നമ്മുടെ ലാംഗ്വേജും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ഐഡിയ വരുന്നതെന്ന് ചോദിച്ചാൽ ആ നമ്മുടെ സൈക്കോ ലിംഗ്വിസ്റ്റിക്സിലാണ് വരുന്നത് കേട്ടോ. സൈക്കോ ലിംഗ്വിസ്റ്റിക്സിനകത്തിലാണ് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നത്.
അടുത്ത നമ്മുടെ 121ാമത്തെ ചോദ്യം നോക്കാം. റീഡ് ദ ഫ്ലോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺസ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ വായിക്കാൻ പോവാണ്. എന്നിട്ട് അതിനകത്തിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം. Mikhail Bakhtin traces the roots of the novel back into the imperial Rome and ancient Hellenistic romances. നോക്കിക്കേ, Bakhtin traces the roots of the novel. നോവലിന്റെ റൂട്ടുകൾ എവിടെ നിന്നാണ് ട്രേസ് ചെയ്യുന്നത്? Back into the imperial Rome and ancient Hellenistic romances. Okay, ancient Hellenistic romanceകളിൽ നിന്നും അതുപോലെ തന്നെ imperial റോമിൽ നിന്നുമാണ് ഇദ്ദേഹത്തിന് ഈ ഐഡിയ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഹെൻറി ജെയിംസ് കൺസിഡേർഡ് നോവൽ ആസ് ദ എപ്പിക് ഓഫ് എ പ്രൊസൈക് മോഡേൺ വേൾഡ്. ഒരു പ്രൊസൈക് മോഡേൺ വേൾഡിന്റെ എപ്പിക് ആയിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? നോവലിനെ കാണുന്നതെന്നാണ് ഹെൻറി ജെയിംസ് പറയുന്നത്. ഓക്കെ, മാർഗരറ്റ് ആൻ ഡൂഡി ലൊക്കേറ്റ്സ് നോവൽസ് ബർത്ത് പ്ലേസ് ഇൻ ദ കൾച്ചേഴ്സ് ഓഫ് ദ ഏൻഷ്യന്റ് മെഡിറ്ററേനിയൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ, മാർഗരറ്റ് ആൻ ഡൂഡി ലൊക്കേറ്റ്സ് നോവൽസ് ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇൻ ദ കൾച്ചേഴ്സ് ഓഫ് ദ ഏൻഷ്യന്റ് മെഡിറ്ററേനിയൻ. ഓക്കെ, ഏൻഷ്യന്റ് മെഡിറ്ററേനിയനിലാണ് ഇതിന്റെ കൾച്ചേഴ്സ് ട്രേസ് ചെയ്തതെന്ന് F.R. Lewis defines novel as one bright book of life. Okay, F.R. Lewis നോവലിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? one bright book of life ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ജോർജ് ലൂക്കാസ് calls the novel the epic of a world abandoned by God. ഇനി അടുത്തത് ലൂക്കാസ് എന്താണ് പറയുന്നത്? നോവൽ is being considered as an epic of a world abandoned by God. ഗോഡ് അബാൻഡൻ ചെയ്ത ഒരു വേൾഡിലെ എപ്പിക് ആയിട്ടാണ് നോവലിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നോവലിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? ഫസ്റ്റ് എന്താണ് പറയുന്നത്? ബക്തിൻ ട്രേസ് ചെയ്യുന്നത് ആ നോവലിനെ ഇമ്പീരിയൽ റോമിലും അതുപോലെ തന്നെ നമ്മുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഹെലനിസ്റ്റിക് റൊമാൻസുകളിലുമാണ്. ഹെൻറി ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം നോവൽ എന്ന് പറയുന്നത് എപ്പിക് ഓഫ് എ പ്രൊസൈക് മോഡേൺ വേൾഡ് ആണ്. അതുപോലെ മാർഗരറ്റ് ആൻഡ് ഡൂഡിയെ സംബന്ധിച്ചിടത്തോളം നോവൽസ് ബർത്ത് പ്ലേസ് ഈസ് ഇൻ കൾച്ചേഴ്സ് ഓഫ് ഏൻഷ്യന്റ് മെഡിറ്ററേനിയൻ. അതുപോലെ തന്നെ F.R. ലീവിസിനെ സംബന്ധിച്ചിടത്തോളം നോവൽ ഈസ് വൺ ഓഫ് ദ ബ്രൈറ്റ് ലുക്ക് ഓഫ് ലൈഫ്. ആൻഡ് ജോർജ് ലൂക്കാസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോവൽ ഈസ് ദ എപ്പിക് ഓഫ് എ വേൾഡ് അബാൻഡൻഡ് ബൈ ഗോഡ്. ഓക്കെ, നോവൽ ഈസ് ദ എപ്പിക് ഓഫ് എ വേൾഡ് അബാൻഡൻഡ് ബൈ ഗോഡ് അബാൻഡൻ ചെയ്ത ഒരു വേൾഡിലെ എപ്പിക് ആണ് നോവൽ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. കറക്റ്റ് ആൻസർ നമ്മൾ ഇതിൽ നിന്ന് പിക്ക് ചെയ്യണം. നോക്കിക്കേ, A, C and E only, A, B and D only, B, C and D only, A, C, D and E only. നോക്കിക്കേ, A, C and E only, and you have the option A, B and D only, B, C and D only, and C, D and E only. Okay, ഇതിൽ ഏതാണ് കറക്റ്റ് വരുന്നത്? ഫസ്റ്റ് വൺ ആണ് അല്ലെ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് A, C and E only ആണ്. A, C and E only ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് 122ാമത്തെ ചോദ്യം പരിചയപ്പെടാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. The notion of author constitutes the privileged moment of individualization in the history of ideas, knowledge, literature, philosophy and sciences. Identify the critical essay in which the lines occur. The notion of author constitutes the privileged moment of individualization in the history of ideas, knowledge, literature, philosophy and sciences. Identify the critical essay in which the line occur. Okay, ഈ ലൈൻസ് ഒക്കർ ചെയ്യുന്ന ക്രിട്ടിക്കൽ എസ്സേ ഏതാണെന്ന് നോക്കണം. നോഷൻ ഓഫ് ഓതർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് പ്രിവിലേജ്ഡ് മൊമെന്റ് ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ വരാറുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ് ഓതേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, അതുപോലെ തന്നെ നോളജ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് സയൻസസ്. ഓക്കെ, സോ ഈ ഒരു ലൈൻസ് അപ്പിയർ ചെയ്യുന്നത് ഏത് ക്രിട്ടിക്കൽ എസ്സേയിലാണ്? ഡെത്ത് ഓഫ് ദ ഓതർ, വാട്ട് ഈസ് ആൻ ഓതർ, ഹയേഴ്സ് ഓഫ് ദ ലിവിംഗ് ബോഡി, വാട്ട് ഈസ് ന്യൂ ഫോർമലിസം. ഓക്കെ, നോക്കിക്കേ, ഡെത്ത് ഓഫ് ദ ഓതർ, വാട്ട് ഈസ് ആൻ ഓതർ, ഹയേഴ്സ് ഓഫ് ദ ലിവിംഗ് ബോഡി, ഹെയർസ് ഓഫ് ദ ലിവിംഗ് ബോഡി, വാട്ട് ഈസ് ന്യൂ ഫോർമലിസം. റൈറ്റ് ആൻസർ വരുന്നത് വാട്ട് ഈസ് ആൻ ഓതർ ആണ് കേട്ടോ. വാട്ട് ഈസ് ആൻ ഓതറിനകത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നോഷൻ ഓഫ് ദ ഓതർ constitutes the privileged moment of individualization in the history of ideas, knowledge, literature, philosophy and the sciences. Okay, ഈ ഐഡിയ വരുന്നത് രണ്ടാമത്തതിലാണ്. വാട്ട് ഈസ് ആൻ ഓതർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. The line, the notion of author constitutes the privileged moment of individualization in the history of ideas, knowledge, literature, philosophy and the sciences. Appears in What is an Author by Foucault. ഫൂക്കോയുടെ വാട്ട് ഈസ് ആൻ ഓതർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ എസ്സേക്ക് അതിലുള്ള ലൈനുകളാണ് നമ്മൾ ഇവിടെ കണ്ടത്, സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇനി എക്സ്പ്ലനേഷൻ നോക്കാം. വാട്ട് ഈസ് ആൻ ഓതർ എന്ന് പറയുന്ന ഒരു ലെക്ചർ ആണ്, ഫൂക്കോയുടെ ആണ്. 1969 ഡെലിവറി ചെയ്ത ലെക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഫൂക്കോ ഒരുപാട് ലെക്ചേഴ്സ്
ലെക്ചേഴ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ലെക്ചേഴ്സ് ഫൂക്കോ ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ആൻ ഓതർ എന്ന് പറയുന്ന ഒരു ലെക്ചർ ആണ്, ഫൂക്കോയുടെ ആണ്, ഡെലിവേർഡ് ഇൻ 1969. ഓക്കെ, Foucault's essay analyzes the concept of the author as a construct and how it functions in discourse. Okay, Foucault's വർക്കിന്റെ പ്രത്യേകത നോക്കി. Foucault's essay analyzes the concept of the author as a construct. Okay, Foucault's essayയിൽ author എന്ന് പറഞ്ഞാൽ അതൊരു കൺസ്ട്രക്റ്റ് ആണ്, and how it functions in discourse. Okay, അപ്പോൾ ഈ ഓതറിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുറെ കാര്യങ്ങൾ ഓതർക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഒരു ഓതറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നുള്ളൂ, ഫുൾഫിൽ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, the quote highlights the author's role as a central figure in the formation and dissemination of ideas and knowledge. Okay, അപ്പോൾ formation and dissemination of ideas and knowledge ൽ ഓതറിന് വലിയൊരു റോളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. This essay is a direct response to Roland Barthes' The Death of the Author, which argued that author's influence should be diminished in favor of the reader. Okay, ഓതറിന്റെ റെസ്പോൺസുകൾ എന്ന് പറയുന്നത് ഇപ്പം റൊളാൻഡ് ബാർട്സ് ഡെത്ത് ഓഫ് ദ ഓതറിനകത്തിലും കുറെ കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട് അല്ലെ, പക്ഷെ അതിനകത്ത് പലതിനകത്തും ഹി ആർഗ്യൂഡ് ദ ഓതേഴ്സ് റോൾ എന്താണ് ഷുഡ് ബി ഡിമിനിഷ്ഡ് ഇൻ ഫേവർ ഓഫ് ദ റീഡർ. പലപ്പോഴും റീഡറിന്റെ ഫേവറിന് വേണ്ടി പല ഓതേഴ്സും അവരുടെ ഒപ്പീനിയൻസ് ഡിമിനിഷ് ചെയ്യാറുണ്ട് അല്ലെ, മാറ്റി ഫാബ്രിക്കേറ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, ഫോർ ദ സേക്ക് ഓഫ് ദ റീഡർ, റീഡേഴ്സിന്റെ ഒരു സേക്ക് അല്ലെങ്കിൽ റീഡേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിന് വേണ്ടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതിനകത്തും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദ നോഷൻ ഓഫ് ദ ഓതർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രിവിലേജ് മൊമെന്റ് ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഐഡിയാസ്, നോളജ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് സയൻസസ്. ഓക്കെ, ഇത് നമ്മുടെ വാട്ട് ഈസ് ആൻ ഓതർ എന്ന് പറയുന്ന എന്താണ് ഫൂക്കോ ബുക്കിലാണ്, ഫൂക്കോ സ്റ്റേറ്റ്മെന്റ്സിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് 123ാമത്തെ ചോദ്യം ഏതാണെന്ന് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് PYQയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 123 നോക്കിക്കേ. Who among the following attempted to reconcile discrepancies between various classical authors such as Plato and Aristotle as well as between philosophy and poetry? നോക്കിക്കേ, who among the following attempted to reconcile discrepancies between various classical authors? Okay, various classical authors തമ്മിലുള്ള ഡിഫറൻസുകളെ കുറിച്ച് അറ്റംപ്റ്റ് ചെയ്തത് ആരാണ്? such as Plato and Aristotle as well as between philosophy and poetry. Okay, so Philip Sidney, Longinus, നിയോ പ്ലാറ്റോണിസ്, അതുപോലെ തന്നെ ജോൺ റൈഡൻ. ഓക്കെ, നിയോ ക്ലാസിക്കൽ പീരീഡിലും അതുപോലെ തന്നെ നമ്മുടെ റെനൈസൻസ് പീരീഡിലും ഒക്കെയാണ് ക്രിട്ടിക്കുകൾ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, പഴയകാല എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ എടുത്ത് അതിനെ വീണ്ടും കൃത്യമായി പഠിച്ച് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി അവരുടെ ഐഡിയാസ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, സോ ഹു among the following attempted to reconcile discrepancies between various classical authors such as Plato and Aristotle as well as between philosophy and poetry? So Philip Sidney, Longinus, അതുപോലെ തന്നെ നിയോ പ്ലാറ്റോണിസ്, ജോൺ റൈഡൻ. ഓക്കെ, റൈറ്റ് ആൻസർ വരുന്നത് നമുക്ക് ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സർ ഫിലിപ്പ് സിഡ്നി ആണ് ഇത്തരത്തിലുള്ള ഒരു സർവേ അനാലിസിസ് നടത്തിയത്. ഓക്കെ, അതായത് നമ്മുടെ പ്ലേറ്റോയെ, അരിസ്റ്റോട്ടിൽ, അതുപോലെ തന്നെ ഫിലോസഫി, പോയിട്രി ഒക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസും സിമിലാരിറ്റീസും ഒക്കെ ട്രേസ് ഔട്ട് ചെയ്തിട്ടാണ് ആ ഒരു സർവേ നടത്തിയത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഐഡിയാസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റോ എന്ന് പറയുന്നത് ഓക്കെ അരിസ്റ്റോട്ടലിന്റെ ടീച്ചർ ആയിരുന്നു. ദാറ്റ് മീൻസ് അരിസ്റ്റോട്ടിൽ ഈസ് എ ഡിസൈപ്പിൾ ഓഫ് പ്ലേറ്റോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ വർക്ക് എഴുതുന്ന സമയത്ത് അവർ പോയിട്രിക്കും ഫിലോസഫിക്കും ഒരുപോലെയുള്ള പോയിന്റ് ഓഫ് വ്യൂ കൊടുത്തു. പോയിട്രിയും ഫിലോസഫിയും അവർ ഒരു ലെൻസിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അതിനകത്ത് ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അത് ട്രേസ് ഔട്ട് ചെയ്യാനായിട്ടും അവർ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ നോക്കാൻ. So Philip Sidney in his work An Apology for Poetry famously attempted to reconcile the seemingly conflicting views of Plato and Aristotle regarding poetry's value, arguing that poetry could be both morally instructive and aesthetically pleasing, effectively bridging the gap between philosophy and poetry. Okay, so Philip Sidney in his work An Apology for Poetry famously attempted to reconcile the seemingly conflicting view of Plato and Aristotle. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിലുള്ള എല്ലാ വ്യൂസും സിമിലർ അല്ല. ഓക്കെ, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ് പ്ലേറ്റോ മരിച്ചു കഴിഞ്ഞ് പ്ലേറ്റോയുടെ പല വർക്കുകളും ഇനിഷ്യേറ്റീവ് എടുത്ത് പബ്ലിഷ് ചെയ്തത് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, പക്ഷേ എല്ലാ കാര്യങ്ങളിലും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സിമിലർ ഒപ്പീനിയൻ അല്ല കൊടുക്കുന്നത്. അത് നമുക്ക് സിഡ്നിയുടെ അടക്കം ഒരുപാട് ആൾക്കാരുടെ ക്രിട്ടിക്കൽ വർക്കുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അറിയാനും സാധിക്കും. Okay, the conflicting view of Plato and Aristotle regarding poetry's value, arguing that poetry could be both morally instructive and aesthetically pleasing, effectively bridging the gap between philosophy and poetry. Okay, philosophy and poetry തമ്മിലുള്ള ഐഡിയാസ് ഒക്കെ ക്ലബ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. Why other options are incorrect? Longinusന്റെ കേസിൽ
While Longinus is a significant literary critic, his primary focus was on the concept of the sublime in literature, not on reconciling philosophical discrepancies between authors like Plato and Aristotle. Okay, അപ്പോൾ Longinus എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ക്രിട്ടിക് ആണ്. അദ്ദേഹം പ്രൈമറി ഫോക്കസ് കൊടുക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് സബ്ലൈം ഇൻ ലിറ്ററേച്ചറിനാണ്, നോട്ട് ഓൺ റീകൺസീലിംഗ് ഫിലോസഫിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ബിറ്റ്വീൻ ഓതേഴ്സ് ലൈക്ക് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയെയും അരിസ്റ്റോട്ടിലിനെയും പോലെയുള്ള റൈറ്റേഴ്സിന്റെ ഇടയിലുള്ള ഡിസ്ക്രിപ്പൻസീസിലുപരി കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സബ്ലൈം കോൺസെപ്റ്റിനാണ്. ഓക്കെ, ലോഞ്ചൈനസ് കൂടുതലും പ്രാധാന്യം കൊടുത്തത് സബ്ലൈം കോൺസെപ്റ്റിനാണ്. ലോഞ്ചൈനസിന്റെ സബ്ലിമിറ്റി ലിറ്ററേച്ചറിൽ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട വർക്കുമാണ്. ഇനി നിയോ പ്ലാറ്റോണിസ്റ്റുകളെ കുറിച്ച് പറയാനാണെങ്കിൽ, ദി നിയോ പ്ലാറ്റോണിസ്റ്റ് വേർ എ ഫിലോസഫിക്കൽ മൂവ്മെന്റ് ദാറ്റ് sought to harmonize Platonic philosophy with Christian thought. While they may have attempted to reconcile different philosophical perspectives, their primary focus was in specifically on the relationship between philosophy and poetry. Okay, ഇവരെ ഫിലോസഫിക്കൽ മൂവ്മെന്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ടു ഹാർമണൈസ് പ്ലേറ്റോണിക് ഫിലോസഫി വിത്ത് ക്രിസ്ത്യൻ തോട്ട്. ഓക്കെ, പ്ലേറ്റോ പറഞ്ഞ ആ ഫിലോസഫിയും ക്രിസ്ത്യൻ തോട്ടിനെയും തമ്മിൽ ഹാർമണൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് തമ്മിൽ ഒരു സിങ്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കൂടുതലായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ഇനിഷ്യേറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റും. While they may have attempted to reconcile different philosophical perspectives, their primary focus was in specifically on the relationship between philosophy and poetry. Okay, philosophy പോയട്രിയും തമ്മിലുള്ള ഒരു ബോണ്ടിലല്ല കൂടുതലും ഐഡിയാസ് ക്ലബ് ചെയ്തത്, മറ്റു കുറച്ച് ഫിലോസഫിക്കൽ പേഴ്സ്പെക്റ്റീവ്സിനായിരുന്നു ഐഡിയ കൊടുത്തത്. ഓക്കെ, ഡ്രൈഡനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ലിറ്റററി ക്രിട്ടിക് ആണ് അല്ലെ. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഡ്രൈഡൻ ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ജോൺ ഡ്രൈഡൻ വാസ് എ പ്രോമിനന്റ് ലിറ്റററി ക്രിട്ടിക് ഫ്രം ദ നിയോ ക്ലാസിക്കൽ എറ. നിയോ ക്ലാസിക്കൽ എറയിലാണ് ഇദ്ദേഹം ഉള്ളത്. ഹിസ് വർക്ക് ഓഫൺ എൻഗേജ്ഡ് വിത്ത് ക്ലാസിക്കൽ ഓതേഴ്സ്, അതായത് നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൈറ്റേഴ്സ് ഫോക്കസ് കൊടുക്കുന്നത് ഇതിന് തന്നെയാണ്. ഓക്കെ, അവര് ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഹോമറിന്റെയും വിർജിലിന്റെയും ഒക്കെ തന്നെ പുസ്തകങ്ങൾ എടുത്തിട്ട് അതിനെ കൂടുതലായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ അതിനകത്തിൽ കൂടുതലായിട്ടും അനാലിസിസ് നടത്താനും ഒക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ബട്ട് ഹിസ് ഫോക്കസ് വാസ് മോർ ഓൺ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് റിഫൈനിങ് ക്രിട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹിസ് ഓൺ ടൈം റാദർ ദാൻ റീകൺസീലിംഗ് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഡിഫറൻസുകൾക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിലുപരി അദ്ദേഹം ബാക്കിയുള്ള പോയിന്റ് ഓഫ് വ്യൂസിനാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് ലിറ്റററി ക്രിട്ടിക് ആണ് ഫ്രം ദ നിയോ ക്ലാസിക്കൽ എറ. ഹിസ് വർക്ക് ഓഫൺ എൻഗേജ്ഡ് വിത്ത് ക്ലാസിക്കൽ ഓതേഴ്സ്, ബട്ട് ഹിസ് ഫോക്കസ് വാസ് മോർ ഓൺ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് റിഫൈനിങ് ക്രിട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ് for his own time rather than reconciling differences between Plato and Aristotle. Okay, Plato Aristotle ഡിഫറൻസുകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കാനായിട്ട് ഫോക്കസ് കൊടുത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്ന് തിരിച്ചു പോയിട്ട് അടുത്ത ചോദ്യത്തിൽ പോവാം. Who among the following attempted to reconcile discrepancies between various classical authors such as Plato and Aristotle as well as between philosophy and poetry? Right answer വരുന്നത് നമുക്ക് ഇവിടെ വരുന്നത് സർ ഫിലിപ്പ് സിഡ്നി ആണ് കേട്ടോ. സർ ഫിലിപ്പ് സിഡ്നി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് 124ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും 2നെയും തമ്മിൽ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ലിസ്റ്റ് 1ൽ നമുക്ക് കൊളോക്കേഷൻസ് ഉണ്ട്, ലിസ്റ്റ് 2ൽ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ്. ഓക്കെ, ലിസ്റ്റ് 1ൽ കുറച്ച് ടേമുകളും ലിസ്റ്റ് 2ൽ അതിന്റെ എക്സ്പ്ലനേഷനും. കൊളോക്കേഷൻ നോക്കിക്കേ, ഒരു ടേം ബോറോഡ് ഇൻ ദ 1960s ഫ്രം ദ മാത്തമാറ്റിക്സ് ഇൻ ടു ലിംഗ്വിസ്റ്റിക്സ് ബൈ നോം ചോംസ്കി. ഓക്കെ, അപ്പം നോം ചോംസ്കി മാത്തമാറ്റിക്സിൽ നിന്നും ലിംഗ്വിസ്റ്റിക്സിലേക്ക് കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന എന്താണ് ഐഡിയ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് ആ ഐഡിയ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, മാത്തമാറ്റിക്സിൽ നിന്നും ചോംസ്കി ലിംഗ്വിസ്റ്റിക്സിലേക്ക് കൊണ്ടുവന്ന ഐഡിയ ഏതാണ്? കൊളോക്കേഷൻ ആണെങ്കിൽ അത്. ഇൻഫ്ലെക്റ്റഡ് നോക്കിക്കേ, എ ടേം ഫോർ ദ കോൺസ്ട്രക്ട്. ഇത് ഒരിക്കലും ഇൻഫ്ലെക്റ്റഡിന്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ല, കറക്റ്റ് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നത് കൊണ്ട് നമ്മൾ വായിച്ചു പോകുന്നതാണ് കേട്ടോ. എ ടേം ഫോർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ സെന്റൻസസ്, ക്ലോസ് ആൻഡ് ഓൾസോ ഫ്രേസസ്. എപ്പോഴും ഇങ്ങനെ വായിക്കുന്നത് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ഓൾറെഡി നമ്മൾ വായിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈ ടേം കാണുമ്പോൾ പെട്ടെന്ന് അതിനോട് ചേർത്ത് തന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ശരിയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും. ഇനി പ്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഹാബിച്വൽ അസോസിയേഷൻ ആണ് ബിറ്റ്വീൻ പെർട്ടിക്കുലർ വേർഡ്സ്. ഓക്കെ, വാക്കുകൾക്കിടയിലുള്ള ഒരു ഹാബിച്വൽ അസോസിയേഷനെ നമുക്ക് പ്ലാരിറ്റി എന്ന് വിളിക്കാം. ജനറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ടേം ആണ് ഇൻ വിച്ച് എ വേർഡ് ടേക്സ് വേരിയസ് ഫോംസ് ടു ഷോ ഇറ്റ്സ് ഗ്രാമാറ്റിക്കൽ റോൾ. ഓക്കെ, ഒരു വേർഡ് വേരിയസ് ഫോമുകൾ കാണിക്കാറുണ്ട്. എ ടേം ഇൻ വിച്ച് വേർഡ് ടേക്സ് വേരിയസ് ഫോംസ് ടു ഷോ ഇറ്റ് ഗ്രാമാറ്റിക്കൽ റോൾ. ഓക്കെ, ഒരു വേർഡ് അതിന്റെ ഗ്രാമാറ്റിക്കൽ റോള് കാണിക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? വേരിയസ് ഫോമുകൾ കാണിക്കാറുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് ജനറേറ്റീവ് എന്ന് വിളിക്കാം. ഇപ്പം വാക്കുകൾക്ക് തന്നെ പല ടെൻസ് ഫോമുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ V1, V2, V3 വേരിയേഷൻസ് വരാറുണ്ട്. വെർബ് 1, 2, 3 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, നമുക്ക് നോക്കാം. A1, B2, C3, D4,
A3 B4 C2 D1 A1 B3 C4 D2 A4 B1 C2 D3. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? കറക്റ്റ് ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ A3 B4 C2 D1. ഓക്കെ, നമുക്ക് ഈ ഓർഡറിൽ ഒന്ന് വെച്ച് നോക്കാം. A3 എന്ന് പറയുമ്പോൾ A3 വരുന്ന ഒരെണ്ണേ ഉള്ളൂ അല്ലെ, അപ്പൊ അത് തന്നെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഈസി ആയിട്ട് കിട്ടിയേനെ. കൊളോക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഹാബിച്വൽ അസോസിയേഷൻ ആണ് ബിറ്റ്വീൻ പെർട്ടിക്കുലർ വേർഡ്സ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ, B4 വരണം എന്ന് പറഞ്ഞാൽ inflected is a term in which word takes various forms to show its grammatical role. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരേണ്ടത് C2 വരണം. ഓക്കെ, C2 എന്ന് പറയുമ്പോൾ പൊളാരിറ്റി എന്ന് പറഞ്ഞ ഒരു ടേം ആണ് ഫോർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ സെന്റൻസസ്, ക്ലോസസ് ആൻഡ് ഫ്രേസസ്. ഓക്കെ, സെന്റൻസുകളിലും ക്ലോസുകളിലും ഫ്രേസസിലും എക്സിസ്റ്റ് ചെയ്യുന്ന പോസിറ്റീവും നെഗറ്റീവും പറയുന്ന ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ, A3 എന്ന് പറയുമ്പോൾ കൊളോക്കേഷൻ കിട്ടി, ഹാബിച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ പെർട്ടിക്കുലർ വേർഡ്സ് ആണ്. ഇനി അടുത്തത് ഏതാ വരേണ്ടത്? B4 വരണം. B4 എന്ന് പറയുമ്പോൾ ഇൻഫ്ലെക്റ്റഡ് എന്ന് പറഞ്ഞ ടേം ഇൻ വിച്ച് എ വേർഡ് ടേക്സ് വേരിയസ് ഫോംസ് ടു ഷോ ഇറ്റ്സ് ഗ്രാമാറ്റിക്കൽ റോൾ. ഇനി അടുത്തത് നോക്കിക്കേ, C2 വരണം. C2 എന്ന് പറയുമ്പോൾ പൊളാരിറ്റി വരുന്നത് 2 ആട്ടോ, പൊളാരിറ്റി 2 ആണ് വരുന്നത്. C2 എന്ന് പറയുമ്പോൾ ഒരു ടേം ഫോർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ സെന്റൻസസ്, ക്ലോസസ് ആൻഡ് ഓൾസോ ഫ്രേസസ്. അങ്ങനെയാണെങ്കിൽ പൊളാരിറ്റി നമുക്ക് കിട്ടും. ഇനി അടുത്ത D1 വരണം. D1 എന്ന് പറയുമ്പോൾ ജനറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ടേം ആണ്. ബോറോ ചെയ്തത് ചോംസ്കി ആണ് 1960കളിൽ മാത്തമാറ്റിക്സിൽ നിന്നും ലിംഗ്വിസ്റ്റിക്സിലേക്ക്, കണക്കിന്റെ മേഖലയിൽ നിന്ന് ലാംഗ്വേജിന്റെ സ്റ്റഡി ബ്രാഞ്ച് ആയ ലിംഗ്വിസ്റ്റിക്സിലേക്ക് കൊണ്ടുവന്നൊരു ടേം ആണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ, ജനറേറ്റീവ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണേ. ഇനി നമുക്ക് 125ാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഉണ്ട്, പക്ഷെ സ്പോട്ടിൽ ആൻസർ അറിയണം. ഓക്കെ, ചോദ്യം വളരെ ചെറുതാണ്, ബാക്കി ചോദ്യങ്ങളുടെ അതേ മാർഗം അതിനുണ്ട്, പക്ഷെ അത്രയും കൃത്യമായിട്ട് ആ വർക്ക് അറിയാമെങ്കിൽ മാത്രമേ ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ തന്നെയാ ബെറ്റർ ശരിക്കും പറഞ്ഞാൽ, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കഴിഞ്ഞാലെങ്കിലും ഉത്തരം കിട്ടും. ഇത് ചോദ്യം ചെറുതാണ്, പക്ഷെ യു ഹാവ് ടു നോ ദ ആൻസർ. ഓക്കെ, നോക്കാം. കിപ്ലിംഗ് സ്റ്റോറി മിസ്സസ് ബാത്രസ്റ്റ് ഈസ് സെറ്റിംഗ്. കിപ്ലിംഗിന്റെ സ്റ്റോറി ആയിട്ടുള്ള മിസ്സസ് ബാത്രസ്റ്റ് സെറ്റ് ചെയ്തത് എവിടെയാണ്? ഓക്കെ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, കാനഡ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, കിപ്ലിംഗിന്റെ സ്റ്റോറിയായ മിസ്സസ് ബാറ്റ്സ്റ്റ് സെറ്റ് ചെയ്തത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, കാനഡ, ഓസ്ട്രേലിയ. ഓക്കെ, ഇതിന്റെ ശരി ഉത്തരം 2 ആണ്, സൗത്ത് ആഫ്രിക്ക കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലാണ് കിപ്ലിംഗിന്റെ കഥയായ മിസ്സസ് ബാറ്റ്സ് സെറ്റ് ചെയ്തത്. മിസ്സസ് ബാർത്തസ് എന്ന് പറയുന്ന വർക്ക് സെറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇനി നമ്മൾ മറക്കില്ല, പക്ഷെ ഈ തവണ കുറെ പേർക്ക് തെറ്റിയതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കിപ്ലിംഗിന്റെ സ്റ്റോറിയായ മിസ്സസ് ബാർത്തസ്റ്റ് സെറ്റ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ, സൗത്ത് ആഫ്രിക്കയിൽ. കിപ്ലിംഗ് ഷോർട്ട് സ്റ്റോറി ആണത് കേട്ടോ. മിസ്സസ് ബാർത്തസ്റ്റ് ഈസ് പ്രൈമർലി സെറ്റിംഗ് സൈമൺ ടൗൺ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പം സൈമൺസ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലാണ് സെറ്റിംഗ്, സ്പെസിഫിക്കലി അറ്റ് ദ നേവൽ ബേസ്. ഓക്കെ, നേവൽ ബേസുമായിട്ട് ചേർന്നാണ്. ദ സ്റ്റോറി ഓൾസോ റെഫറൻസസ് ഗ്ലെൻഗാരിഫ്, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഓക്ലാൻഡ്, ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് എന്ത് റെഫറൻസ് ആണ്? ഗ്ലെൻഗാരിഫ്, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ഓക്ലാൻഡിന്റെയും ന്യൂസിലാൻഡിന്റെയും ഒക്കെ തന്നെ റെഫറൻസുകൾ, സ്റ്റോറി റെഫറൻസുകൾ നമുക്ക് ഈ ഒരു ചെറുകഥയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ബാർത്തസ് എന്ന് പറയുന്നത് ആരുടെ ഷോർട്ട് സ്റ്റോറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിപ്ലിംഗിന്റെ ആണ്. അതിന്റെ സെറ്റിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലാണ്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള പ്ലേസസ് ആണ് ഗ്ലെൻഗാരിഫ്, സൗത്ത് ആഫ്രിക്ക, ഓക്ലാൻഡ്, ന്യൂസിലാൻഡ്. സെറ്റിംഗ് വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെയാണ് മുഴുവനായിട്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആയല്ലോ. 126 നോക്കാം. നെയിം ദ തിയറി വിച്ച് അസ്യൂംസ് ദാറ്റ് കൾച്ചർ ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ ആൻഡ് there is no hierarchy of actants such as the human is more privileged. Okay, ഏത് തിയറിയാണ് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നത്? കൾച്ചർ ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ. നമ്മുടെ നേച്ചറിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല കൾച്ചർ. അതുപോലെ തന്നെ there is no hierarchy of actors such as the human is more privileged. Okay, ഹ്യൂമൻ ബീങ്സ് ആണ് ഏറ്റവും പ്രിവിലൈസ്ഡ് ആയിട്ടുള്ളത്, ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള പേരിൽ നമുക്ക് തിയറി ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെ. സയൻസിലടക്കം നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് തിയറി പഠിക്കാറുണ്ട് അല്ലെ. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസ് അല്ലെങ്കിൽ ബീങ്സ് വീക്ക് ആയിട്ടുള്ളതിനെ കില്ല് ചെയ്തിട്ടാലും അവർ സർവൈവ് ചെയ്യുന്നു. അതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന തിയറി പറയുന്നത് അല്ലെ. സോ അത്തരത്തിലുള്ള പോയിന്റ് ഓഫ് വ്യൂസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നെയിം ദ തിയറി വിച്ച് അസ്യൂംസ് ദാറ്റ് കൾച്ചർ ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം നേച്ചർ. കൾച്ചർ നേച്ചറിൽ നിന്ന് സെപ്പറേറ്റ് ഒന്നുമല്ല. ആൻഡ് there is no hierarchy of actants such as human is more privileged. Okay, human beings are having special rights എന്ന് പറയുന്ന ഒരു തിയറി നമുക്ക് എക്സിസ്റ്റും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു തിയറി ഏതാണ്? ആക്ടർ നെറ്റ്വർക്ക് തിയറി, പോസ്റ്റ്ഹ്യൂമാനിസം, കൾച്ചറൽ മെറ്റീരിയലിസം, അഡാപ്റ്റേഷൻ തിയറി. ഓക്കെ, റൈറ്റ് ആൻസർ വരുന്നത് ആക്ടർ നെറ്റ്വർക്ക് തിയറിയാണ് കേട്ടോ.
ആക്ടർ നെറ്റ്വർക്ക് തിയറിയാണ് പറയുന്നത് മനുഷ്യന്മാരാണ് ഡോമിനന്റ് എന്ന് പറയുന്ന തിയറി നമുക്കില്ല. നേച്ചറും കൾച്ചറും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുമില്ല. നേച്ചറുമായിട്ട് ഇന്റർ റിലേറ്റ് ചെയ്ത് പോകുന്ന ഒന്നാണ് കൾച്ചർ എന്ന് സ്റ്റേറ്റ് ചെയ്തത് നമ്മുടെ നെറ്റ്വർക്ക് തിയറിയാണ്, ആക്ടർ നെറ്റ്വർക്ക് തിയറിയാണ് കേട്ടോ. ഓക്കെ, നോക്കാം തിയറി എന്താണെന്നൊന്ന് നോക്കാം. The theory that assumes culture is not separate from nature and that there is no hierarchy of actors such as human being is more privileged is actor network theory. Okay, actor network theoryയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഇത് ANT എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. Views all entities within network including humans, objects and even ideas as equally capable of agency and interaction, blurring the lines between human nature and the natural world and is not placing humans in a privileged position. Okay, human beings in ഒരു privileged പൊസിഷനിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒക്കുപ്പൈ ചെയ്യുന്നില്ല. ഓക്കെ, യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ ബീങ്സിനെയും പോലെയുള്ള ഒരു പോയിന്റ് മാത്രമാണ് ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കീ പോയിന്റ്സ് നോക്കാനാണെങ്കിൽ കീ പോയിന്റ്സ് അബൌട്ട് അതർ ഓപ്ഷൻസ് ഒന്ന് വരുന്നത് പോസ്റ്റ്ഹ്യൂമാനിസം ആണ്. While posthumanism often explores the blurring of boundaries between humans and technology, it doesn't necessarily emphasize the interconnectedness of culture and nature in the same way as ANT. Okay, അപ്പോൾ posthumanism എന്ന് പറയുന്നത് ഒരു blurring boundary ആണ് between human and technology. പക്ഷെ അതിനകത്തില് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് നേച്ചർ ആൻഡ് കൾച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, നേച്ചറും കൾച്ചറും തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസിനെ കുറിച്ചുള്ള മെസ്സേജുകളൊന്നും നമുക്ക് ഇല്ല. ഇനി കൾച്ചറൽ മെറ്റീരിയലിസം നോക്കുവാണെങ്കിൽ ദിസ് തിയറി ടെൻഡ്സ് ടു ഫോക്കസ് ഓൺ ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്, എക്കണോമിക് പ്രൊഡക്ഷൻ, ടെക്നോളജി എക്സെട്ര ആസ് primary drivers of cultural development, which might imply a more distinct separation between culture and nature. Okay, കൾച്ചറും നേച്ചറും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ് സെപ്പറേഷൻ ഒക്കെ തന്നെ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന റേമണ്ട് വില്യംസ് അടക്കം കൾച്ചറൽ ക്രിട്ടിക്കുകൾ പോപ്പുലറൈസ് ചെയ്ത ഒരു തിയറിയാണ്. സോ ദിസ് തിയറി ടെൻഡ്സ് ടു ഫോക്കസ് ഓൺ ദ മെറ്റീരിയൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്, എക്കണോമിക് പ്രൊഡക്ഷൻ, ടെക്നോളജി ആസ് പ്രൈമറി ഡ്രൈവേഴ്സ് ഓഫ് കൾച്ചറൽ ഡെവലപ്മെന്റ്. ഓക്കെ, കൾച്ചറൽ ഡെവലപ്മെന്റിന്റെ പ്രൈമറി ഡ്രൈവേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വിച്ച് മൈറ്റ് ഇംപ്ലൈ എ മോർ ഡിസ്റ്റിങ്ക്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് നേച്ചർ. ഓക്കെ, കൾച്ചർ ആൻഡ് നേച്ചർ തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ് സെപ്പറേഷനെ കുറിച്ച് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഡാപ്റ്റേഷൻ തിയറി വരുന്നുണ്ട്. അഡാപ്റ്റേഷൻ തിയറി ഫോക്കസ് കൊടുക്കുന്നത് ഹൗ organisms adapt to environment, okay, which is a natural process and but necessarily related to the concept of culture as interconnected with nature. കൾച്ചർ നേച്ചറുമായിട്ട് ഇന്റർകണക്റ്റഡ് ആണ്. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ ഡോമിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ ബീങ്സിന്റെ റെഫറൻസ് ഒന്നും അതിനകത്ത് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ മനുഷ്യരെന്ന് പറയുന്നത് ഡോമിനന്റ് ബീങ്സ് ഒന്നും അല്ല, ഓവർ പ്രിവിലേജ്ഡ് ഒന്നും അല്ല. ആസ് യൂഷ്വൽ ആസ് ഈക്വൽ ആണ് എല്ലാ സ്പീഷീസിനെയും പോലെ. അതുപോലെ തന്നെ കൾച്ചറും നേച്ചറും റിലേറ്റഡ് ആണ് എന്ന് പറയുന്ന തിയറി ആക്ടർ നെറ്റ്വർക്ക് തിയറിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ 126 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. കീപ് ലേണിംഗ്. താങ്ക് യു.